അമൃത്വേണി ലൈഫ് ക്വിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ ലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ സായന്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 16 തിങ്കളാഴ്ച. കേരളത്തിലെ ഹൈസ്കൂളുകളിൽ പുതിയ സമയക്രമം നിലവിൽ വന്നു. 8 മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ പഠന സമയം അരമണിക്കൂർ കൂടി. വെള്ളിയാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ രാവിലെ 15 മിനിറ്റും ഉച്ചയ്ക്ക് ശേഷം 15 മിനിറ്റുമാണ് വർദ്ധിച്ചത്. രാവിലെ 9:45 മുതൽ വൈകിട്ട് 4:15 വരെയാണ് പുതിയ പ്രവൃത്തി സമയം. 220 പ്രവൃത്തി ദിവസം വേണമെന്ന ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് സ്കൂൾ സമയത്തിലെ മാറ്റം. പ്രിയങ്ക ഗാന്ധിയോട് ചോദ്യവുമായി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. അജ്മൽ കസബിനെയും ഹമാസിനെയും പിന്തുണയ്ക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുമായി കോൺഗ്രസിനെ എന്താണ് കച്ചവടമെന്നും ഒരു കൈയിൽ ഭരണഘടനയും മറ്റേ കൈയിൽ ഭരണഘടനയെ അംഗീകരിക്കാത്ത ജമാഅത്തെ ഇസ്ലാമിയെയും പിടിക്കുന്നത് ഇരട്ടത്താപ്പല്ലേയെന്നും അദ്ദേഹം ചോദിച്ചു. ജമാഅത്തെ ഇസ്ലാമിയെ ഏറ്റവും അപകടകാരിയായ സംഘടന എന്ന് വിശേഷിപ്പിച്ച നിങ്ങളുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നില്ലേ എന്നും അദ്ദേഹം ചോദിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിയുമായി ആശയപരമായി ലീഗിന് ഭിന്നതയുണ്ടെന്നും എന്നാൽ അവർ UDFനെ പിന്തുണയ്ക്കുന്നതിനെ ലീഗ് എതിർക്കുന്നില്ലെന്നും ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി. ജമാഅത്തെ ഇസ്ലാമിയെ UDFന്റെ അസോസിയേറ്റ് അംഗമാക്കുമെന്ന CPM പ്രചാരണം സർക്കാരിന്റെ വീഴ്ചയിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടാനാണെന്നും അദ്ദേഹം പറഞ്ഞു. പരസ്യപ്രചാരണം അവസാനിക്കുന്നതിന് മുൻപ് പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് നിലമ്പൂരിലെ സ്ഥാനാർത്ഥികൾ. പരസ്യപ്രചാരണം നാളെ അവസാനിക്കും. നാളെ വൈകിട്ട് 5-ന് നിലമ്പൂർ നഗരത്തിലെ വിവിധ കേന്ദ്രങ്ങളിലാണ് പ്രധാന സ്ഥാനാർത്ഥികൾ കലാശക്കൊട്ടിനെത്തുക. വ്യാഴാഴ്ചയാണ് വോട്ടെടുപ്പ്. 23-നാണ് വോട്ടെണ്ണൽ. പാലക്കാട് കോട്ടായി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് K മോഹൻകുമാറും പ്രവർത്തകരും CPMൽ ചേർന്നു. പാലക്കാട് CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് പാർട്ടി ജില്ലാ സെക്രട്ടറി മോഹൻകുമാറിനെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചു. DCC പ്രസിഡന്റ് ഗ്രൂപ്പിസത്തിനെ വഴിയൊരുക്കുന്നുവെന്നായിരുന്നു മോഹൻകുമാർ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഉന്നയിച്ച ആരോപണം. പാലക്കാട് കോട്ടായിൽ വൻ സംഘർഷാവസ്ഥ. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസ് ചുവപ്പ് പെയിന്റ് അടിക്കാനുള്ള ശ്രമം പോലീസ് തടഞ്ഞു. CPMലേക്ക് ചേർന്ന കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റായിരുന്ന K മോഹൻകുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തകരാണ് കമ്മിറ്റി ഓഫീസിലെത്തി നാടകീയ രംഗങ്ങൾ സൃഷ്ടിച്ചത്. മോഹൻകുമാറിനെയും CPM പ്രവർത്തകരെയും കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞതോടെ സ്ഥലത്ത് ഉന്തും തള്ളുമുണ്ടായി. ആലപ്പുഴയിലെ തീരദേശത്ത് കൊച്ചിയുടെ പുറംകടലിൽ തീപിടിച്ച വാൻഹായ് കപ്പലിലെ കണ്ടെയ്നറും ലൈഫ് ബോട്ടും അടിഞ്ഞു. ആലപ്പുഴയിൽ പറവൂർ അറപ്പപ്പൊഴി തീരത്ത് ഇന്നലെ രാത്രി വൈകിയാണ് ലൈഫ് ബോട്ട് അടിഞ്ഞത്. ലൈഫ് ബോട്ടിൽ വാൻഹായ് 50 സിംഗപ്പൂർ എന്ന എഴുത്ത് ഉൾപ്പെടെയുണ്ട്. ആലപ്പുഴ വളഞ്ഞ വഴി കാക്കായം കടപ്പുറത്താണ് ഒരു കണ്ടെയ്നർ അടിഞ്ഞത്. ആറന്മുളയിൽ ഇലക്ട്രോണിക് ക്ലസ്റ്റർ പദ്ധതിയെ ചൊല്ലി വിവാദം. വിമാനത്താവളത്തിന് അനുമതി നിഷേധിച്ചെടുത്താണ് പുതിയ പദ്ധതി. KGS ഗ്രൂപ്പ് TOFL എന്ന പേരിലാണ് ഇലക്ട്രോണിക്സ് ക്ലസ്റ്റർ പദ്ധതിക്കായി IT വകുപ്പിനെ സമീപിച്ചത്. റവന്യൂ കൃഷി വകുപ്പുകളുടെ അഭിപ്രായം IT വകുപ്പ് തേടി. കമ്പനി 344 ഏക്കറിലാണ് ഭൂപരിഷ്കരണ നിയമത്തിൽ ഇളവ് തേടിയത്. അനുമതി തേടിയ ഭൂമിയിൽ 90% നിലമാണ്. പദ്ധതിയെ കൃഷിവകുപ്പ് ശക്തമായി എതിർത്തു. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തരമായി ഇറക്കിയ ബ്രിട്ടീഷ് യുദ്ധവിമാനത്തിന്റെ തിരിച്ചുപോക്ക് വൈകുന്നു. വിമാനം പറത്തിയ പൈലറ്റ് ഇന്നലെ തിരികെ പോകുകയും പകരം പൈലറ്റിനെ ഇന്നലെ വൈകിട്ട് തന്നെ ഹെലികോപ്റ്റർ മാർഗം തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിക്കുകയും ചെയ്തിരുന്നു. യുദ്ധവിമാനത്തിന് തിരിച്ചുപോകുന്നതിന് പ്രതിരോധ മന്ത്രാലയം അനുമതിയും നൽകിയിരുന്നു. എന്നാൽ സാങ്കേതിക കാരണങ്ങളെ തുടർന്ന് വിമാനം തിരിച്ചുപോകുന്നത് വൈകുമെന്നാണ് ഇപ്പോൾ അധികൃതർ അറിയിക്കുന്നത്.
സംസ്ഥാന ജലസേചന വകുപ്പും കേന്ദ്ര ജല കമ്മീഷനും നദികളിൽ ഓറഞ്ച് യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചു. കാസർഗോഡ് ജില്ലയിലെ ഉപ്പള, നീലേശ്വരം, മൊഗ്രാൽ എന്നിവിടങ്ങളിലെ നദികളിലും മണിമലയാറിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ നദികളുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ചാലക്കുടി നോർത്ത് ജംഗ്ഷനിലുള്ള ഊക്കൻസ് പെയിന്റ് ഹാർഡ്വെയർ ഷോപ്പിന് തീപിടിച്ചു. രാവിലെ 8:30 തീപിടുത്തമുണ്ടായത്. പെയിന്റ് സൂക്ഷിച്ച ഭാഗത്തുനിന്നാണ് തീ പടർന്നതെന്നാണ് വിവരം. ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്ന് തീയണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. നെയ്യാറ്റിൻകര വെള്ളറട പനച്ചമൂട് പ്രിയംവദയുടെ കൊലപാതകത്തിൽ പ്രതിയായ വിനോദിന്റെ സഹോദരൻ സന്തോഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. തെളിവ് നശിപ്പിച്ച കുറ്റത്തിനാണ് സന്തോഷിനെ പിടികൂടിയത്. മൃതദേഹം കുഴിച്ചിടാൻ വിനോദിനെ സന്തോഷ് സഹായിച്ചിരുന്നുവെന്ന് വെള്ളറട ഇൻസ്പെക്ടർ വി വിനോദ് പറഞ്ഞു. തിരുവനന്തപുരം നെയ്യാറ്റിൻകര വെള്ളറട പനച്ചമൂട് സ്വദേശി പ്രിയംവദയാണ് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത്. Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler. ഉത്തർപ്രദേശിലെ 14 ജില്ലകളിലായി ശനി ഞായർ ദിവസങ്ങളിൽ ഇടിമിന്നലേറ്റ് മരിച്ചത് 25 പേർ. മരിച്ച 25 പേരിൽ 6 പേർ കുട്ടികളാണ്. പ്രയാഗ്രാജിലെ 2 ഗ്രാമങ്ങളിലും ഖോരഗ്പൂർ, ബസ്തി, ജോൻപൂർ എന്നീ ജില്ലകളിലും മാത്രം 17 പേർ മരിച്ചിട്ടുണ്ട്. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രദേശവാസികളായ 4 പേരെ കാണാനില്ലെന്ന പരാതിയിൽ കേസെടുത്ത് പോലീസ്. ബന്ധുക്കൾ നൽകിയ പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. 2 വയസ്സുള്ള കുട്ടി ഉൾപ്പെടെ 4 പേരെയാണ് കാണാതായത്. ഇവരുടെ ബന്ധുക്കളുടെ DNA സാമ്പിളുകൾ ശേഖരിച്ചു. മരിച്ചവരിൽ ഇതുപോലെ 80 പേരെയാണ് DNA പരിശോധനയിലൂടെ തിരിച്ചറിഞ്ഞത്. അഹമ്മദാബാദിൽ തകർന്നുവീണ ബോയിംഗ് 787 ഡ്രീംലൈനർ വിമാനത്തിന്റെ കോക്പിറ്റ് വോയ്സ് റെക്കോർഡർ കണ്ടെത്തിയതായി ഉദ്യോഗസ്ഥർ. നാഷണൽ ട്രാൻസ്പോർട്ട് സേഫ്റ്റി ബോർഡ് പറയുന്നതനുസരിച്ച് ഒരു അപകടം നടക്കുന്നതിന് മുമ്പുള്ള പൈലറ്റിന്റെ സംഭാഷണവും അലാറങ്ങളും മറ്റ് പശ്ചാത്തല ശബ്ദങ്ങളും ഉൾപ്പെടെ കോക്പിറ്റിൽ നിന്നുള്ള നിർണായക ഓഡിയോകൾ കോക്പിറ്റ് വോയ്സ് റെക്കോർഡറിൽ റെക്കോർഡ് ചെയ്യപ്പെടും. രാജ്യത്ത് 24 മണിക്കൂറിനിടെ 11 കോവിഡ് മരണം സ്ഥിരീകരിച്ചു. വിവിധ രോഗങ്ങൾ ബാധിച്ച് ചികിത്സയിലുണ്ടായിരുന്നവരാണ് മരിച്ച എല്ലാവരും. ഇതിൽ 7 മരണം കേരളത്തിലാണ്. 5 പുരുഷന്മാരും 2 സ്ത്രീകളുമാണ് കേരളത്തിൽ മരിച്ചത്. മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ്, ദില്ലി എന്നിവിടങ്ങളിലും ഓരോ മരണങ്ങൾ സ്ഥിരീകരിച്ചു. ജമ്മുകശ്മീരിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ വീണ്ടും തുറക്കുന്നു. 16 വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ് തുറക്കുന്നത്. കാശ്മീർ താഴ്വരയിലെയും ജമ്മു മേഖലയിലെയും 8 വീതം വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുറക്കുമെന്ന് ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ അറിയിച്ചു. ജൂൺ 17 മുതലാണ് സഞ്ചാരികൾക്ക് ഇവിടേക്ക് പ്രവേശനം അനുവദിക്കുക. ഉത്തരാഖണ്ഡിലെ ഹെലികോപ്റ്റർ അപകടത്തിൽ ഹെലികോപ്റ്റർ കമ്പനിക്ക് ഗുരുതര വീഴ്ചയുണ്ടായതായി കണ്ടെത്തൽ. ഹെലികോപ്റ്റർ പറക്കുന്നതിനായി നിശ്ചയിച്ചു നൽകിയ സമയത്തിന് 50 മിനിറ്റ് മുമ്പ് തന്നെ ഹെലികോപ്റ്റർ ടേക്ക് ഓഫ് ചെയ്തുവെന്ന വിവരമാണ് പുറത്തുവരുന്നത്. ഈ സമയം കാലാവസ്ഥ പ്രതികൂലമാണെന്നറിഞ്ഞിട്ടും ഹെലികോപ്റ്റർ സർവീസ് നടത്തിയെന്നും കണ്ടെത്തി. സംഭവത്തിൽ കമ്പനിയുടെ ഓപ്പറേഷണൽ മാനേജർ അടക്കം 2 പേർക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് കേസെടുത്തു. ബ്രിട്ടീഷ് ചാരസംഘടനയായ M16ന്റെ നേതൃസ്ഥാനത്തേക്ക് ആദ്യമായി ഒരു വനിത എത്തുന്നു. ബ്രിട്ടന്റെ രഹസ്യ ഇന്റലിജൻസ് സംഘടനയുടെ നേതൃസ്ഥാനത്തേക്ക് ബ്ലെയ്സ് മെട്രേവേലിയെയാണ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ പ്രഖ്യാപിച്ചത്. ഫ്രാങ്ക്ഫർട്ടിൽ നിന്ന് ഹൈദരാബാദിലേക്ക് പുറപ്പെട്ട ലുഫ്താൻസ വിമാനം യാത്ര റദ്ദാക്കി തിരികെ ഫ്രാങ്ക്ഫർട്ടിലേക്ക് പറന്നു. വിമാനം തിരിച്ചിറങ്ങാനുള്ള കാരണം വെളിപ്പെടുത്തിയിട്ടില്ലെന്ന് PTI റിപ്പോർട്ട് ചെയ്തു. ടേക്ക് ഓഫ് ചെയ്ത് അധികം വൈകാതെ ബോയിംഗ് 787-9 ഡ്രീംലൈനർ വിമാനം തിരികെ ഫ്രാങ്ക്ഫർട്ടിലേക്ക് മടങ്ങിയതായി ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ എയർ ട്രാഫിക് കൺട്രോളിന് വിവരം ലഭിക്കുകയായിരുന്നു. കൺഗ്രാചുലേഷൻസ്. മിടുക്കിയാട്ടോ. പൈലറ്റ് ആവണമെന്ന് പറയണേ. അവളുടെ ആഗ്രഹമല്ലേ, അവള് പറക്കട്ടെ. ചെലവ് എത്രയാന്ന്? KSFEയുടെ പുതിയ ഹാർമണി ചിട്ടി ചേരണം. കണ്ണടച്ചു തുറക്കും മുമ്പ് അവളുടെ +2 കഴിയില്ലേ. കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം. KSFE ഹാർമണി ചിട്ടികൾ. KSFE ഹാർമണി ചിട്ടിയിൽ ചേരുന്ന 100 ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറാൻ ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി സൌകര്യം ഒരുക്കിയിട്ടുണ്ടെന്ന് അറിയിച്ച് വിദേശകാര്യ മന്ത്രാലയം.
അപകട സാധ്യത കണക്കിലെടുത്ത് സുരക്ഷാ സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. ഇറാൻ നടത്തിയ ആക്രമണങ്ങൾക്ക് ടെഹ്റാനിൽ ജീവിക്കുന്നവർ വില കൊടുക്കേണ്ടി വരുമെന്ന ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയുടെ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ എല്ലാ ഇന്ത്യക്കാരോടും ഇന്ന് തന്നെ ടെഹ്റാൻ വിടാൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. ഏതുതരം വിസയെന്നത് പരിഗണിക്കാതെ നിർദ്ദേശം പാലിക്കണമെന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അറിയിപ്പ്. വിദേശികൾ ഇന്ത്യക്കാരെ അനുഗമിക്കരുതെന്നും മന്ത്രാലയം നിർദ്ദേശം നൽകി. ഇന്ത്യൻ വിദ്യാർത്ഥികളെ അതിർത്തി വഴി അർമേനിയയിലേക്ക് മാറ്റാനും തീരുമാനിച്ചു. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയെ വധിക്കാൻ ഇസ്രായേൽ തീരുമാനിച്ചിരുന്നെങ്കിലും അമേരിക്ക തടയുകയായിരുന്നുവെന്ന് റിപ്പോർട്ട്. ഇറാൻകാർ അമേരിക്കക്കാരെ ആരെയും കൊല്ലുന്നില്ലല്ലോ എന്നും അവരത് ചെയ്യും വരെ രാഷ്ട്രീയ നേതൃത്വത്തെ ഉന്നം വയ്ക്കുന്ന വിഷയം നാം സംസാരിക്കാൻ പോകുന്നില്ലെന്നും ട്രംപ് നിലപാടെടുത്തെന്നാണ് 2 US ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമനിയെ വധിക്കാൻ ഇസ്രായേൽ പദ്ധതിയിട്ടെന്ന വാർത്തകൾ പുറത്തുവന്നതിന് പിന്നാലെ ഖമനയും കുടുംബവും ഭൂഗർഭ ബങ്കറിലേക്ക് മാറിയെന്നും റിപ്പോർട്ട്. സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ ഖമനൈ, മകൻ മൊജ്താബ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളും വടക്കുകിഴക്കൻ ടെഹ്റാനിലെ ലാവിസനിലെ ബങ്കറിലേക്ക് മാറിയെന്നാണ് ഇറാൻ ഇന്റർനാഷണൽ റിപ്പോർട്ട് ചെയ്തത്. ഇറാനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ മരണം 224. 2000 പേർക്ക് പരിക്കേറ്റതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം ഇസ്രായേലിന്റെ തുറമുഖ നഗരമായ ഹൈഫയിൽ വീണ്ടും ഇറാൻ മിസൈൽ ആക്രമണം നടത്തി. വടക്കൻ ഇസ്രായേലിലെ വിവിധയിടങ്ങളിൽ ഇറാൻ നടത്തിയ ശക്തമായ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ 5 യുക്രൈൻ സ്വദേശികൾ ഉൾപ്പെടെ 10 പേർ കൊല്ലപ്പെട്ടു. 200-ലേറെ പേർക്ക് പരിക്കേറ്റു. ആഗോള എണ്ണവില കുത്തനെ ഉയർന്നു. ഇറാന്റെ സൌത്ത് പാർസ് ഗ്യാസ് ഫീൽഡ് ലക്ഷ്യമിട്ട് ഇസ്രായേൽ ആക്രമണങ്ങൾ നടത്തിയതിനെ തുടർന്നാണ് എണ്ണവില കുത്തനെ ഉയർന്നിരിക്കുന്നത്. ക്രൂഡ് ഓയിൽ വില ബാരലിനെ 5.5% വരെ ഉയർന്ന് $76 എത്തിയതായാണ് റിപ്പോർട്ട്. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായന്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.